പരിശുദ്ധാത്മാവിനാലല്ലാതെ ഒന്ന് യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഉറപ്പ് നമ്മുടെ ഉള്ളിൽ വരത്തില്ല. അതുകൊണ്ടാണ് ഈ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പോലും കണ്ട ശിഷ്യന്മാർ, തൊട്ട ശിഷ്യന്മാർ, കൂടെ കഴിച്ച ശിഷ്യന്മാർ അവർ അവിശ്വസിച്ചു. പിന്നെ ഇവരുടെ അവിശ്വാസം മാറിയതെന്നാ? ഇവരുടെ അവിശ്വാസം മാറിയത് പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നപ്പോഴാണ്. പെന്തക്കോസ് നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇവരുടെ ഉള്ളിൽ വന്ന് വസിച്ചു. ആ വസിച്ച സമയം മുതൽ ശിഷ്യന്മാരുടെ മട്ടങ്ങ് പത്രോസ് പറഞ്ഞു, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, ഞങ്ങൾ അതിന്റെ സാക്ഷികൾ. ഞങ്ങൾ അതിന്റെ സാക്ഷികൾ എന്ന് പറയാൻ പത്രോസ് കണ്ടിട്ടില്ല ഉയർപ്പ്. പക്ഷെ കണ്ടവൻ, ഉയർപ്പിച്ചവൻ അകത്ത് വന്ന് വസിച്ചു. അതേ ആത്മാവ്, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് അഥവാ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളുടെയും എന്റെയും അകത്ത് ക്രിസ്തുവിൽ വസിക്കുക.